വിഷ്ണു മാഹിനാണ്, മാഹിൻ മച്ച. നമസ്കാരം നമസ്കാരം നമസ്കാരം. ഇപ്പൊ ലൈവ് പൊക്കോണ്ടിരിക്കണോ? അതെ അതെ, വിഷ്ണു വിക്രമൻ എന്നാണ് പേര് അല്ലേ? ഓക്കെ. പേര് കേൾക്കുമ്പോ ഭയങ്കര ദേഷ്യക്കാരനാണോ, ഭയങ്കര അങ്ങനെയാണോ? വിഷ്ണു വിക്രമൻ പാവത്താനാണോ? പാവാണോ? ഓക്കെ ശരി. വിഷ്ണു വിക്രമന്റെ സ്ഥലം എവിടെയാണ് കറക്റ്റ്? പൂവാറ്. ഓക്കെ ശരി. നമ്മുടെ കാ ഫെസ്റ്റിവലില് ഒരു സെഷൻ, അതും ജിതിൻലാല്, സേന, MC ജിനി, ഡയറക്ടേഴ്സ്, അതുപോലെ തന്നെ RJ റാഫിയാണ് അതിന്റെ മോഡറേറ്റർ. അത് കണ്ട് ഇറങ്ങി എപ്പോഴാണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത്. അപ്പോ താങ്കളൊരു മനോഹരമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ അടുത്ത്. ഇന്ന് ചേട്ടാ ഞാൻ സംവിധാനം ചെയ്ത ആ ഒരു ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആയിട്ടായിരുന്നു എന്റെ അടുത്ത് കാര്യം പറഞ്ഞത്. അത് വല്ലാത്തൊരു ഫീലാണ്. കാരണം താങ്കളുടെ ആദ്യ വർക്കാണോ ഇത്? ഇത് മൂന്നാമത്തെ വർക്കാണ്. ആദ്യം 2 ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2023 മിലാനി എന്ന് പറഞ്ഞ പേരുള്ളൊരു ഷോർട്ട് ഫിലിം ചെയ്തായിരുന്നു. അപ്പൊ നമ്മൾ തന്നെയാണ് ബ്ലൂ മൂൺ പ്രൊഡക്ഷൻസിന്റെ ലേബലിൽ തന്നെയാണ് അത് ചെയ്തിട്ട്. 2024 ആത്മരതി എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് അറിയാവുന്ന ആരെങ്കിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ, അതോ പുതിയ ആൾക്കാരൊക്കെയാണോ? ന്യൂ ഫേസ്? ഇതില് മിലാനിയിൽ അഭിനയിച്ചത് നമ്മളിപ്പം ഇനി വരാൻ പോകുന്ന കുറച്ച് സിനിമകളിൽ വരാൻ പോകുന്ന 1-2 ആർട്ടിസ്റ്റുകൾ അതിനകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് സന്ദീപ് സച്ചു എന്ന് പറഞ്ഞിട്ട് ആർട്ടിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സുബിൻ, അവർക്ക് ഒരുപാട് ഈ ഇൻസ്റ്റാഗ്രാമിലും ഈ റീൽസിലൊക്കെ ഭയങ്കര ഫോളോവേഴ്സ് ഉള്ള ആൾക്കാരാണ് അവർ. അപ്പോ ഇന്ന് നമ്മൾ കണ്ടുമുട്ടിയപ്പോ പറഞ്ഞത് ഇന്ന് 6 മണിയാകുമ്പോ ബ്ലൂ മൂൺ പ്രൊഡക്ഷൻസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെ താങ്കളുടെ അടുത്ത വർക്ക് ഇറങ്ങാൻ പോകുന്ന ഒരു പാട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 ഷോർട്ട് ഫിലിം കഴിഞ്ഞിട്ടൊരു പാട്ട്, അതെന്താണ്? അപ്പൊ എന്തൊക്കെയോ കണ്ടുകൂട്ടിയിട്ടാണല്ലോ ചെയ്യുന്നത്. ആക്ച്വലി ഷോർട്ട് ഫിലിമായി അപ്പോ ഒരു പാട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഇത്? ഈ പാട്ടിനെ പറ്റി പറയാമോ? പാട്ട് ചേട്ടാ ഒരു റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ്. ഇത് ഡയറക്ട് ചെയ്തിട്ടുള്ളത്, മ്യൂസിക് ഡയറക്ട് ചെയ്തിട്ടുള്ളത് പാലക്കാടുള്ള എൽവിൻ എന്ന് പറഞ്ഞ എന്റെ ഒരു സുഹൃത്താണ്. പുള്ളി ഒരുപാട് ഈ ആർട്ട് ഫിലിംസിനും ഷോർട്ട് ഫിലിംസിനൊക്കെ ഒരുപാട് മ്യൂസിക് ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടറാണ്. അപ്പൊ പുള്ളി അല്ലാണ്ട് ഇൻഡിപെൻഡന്റ് സോങ്സ് ചെയ്തിട്ടുണ്ട്. എന്റെ 2 ഷോർട്ട് ഫിലിം പുള്ളി ആയിരുന്നു മ്യൂസിക് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു സമയത്ത് പുള്ളിയുടെ കയ്യിൽ പുള്ളി ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ട്രാക്ക് എന്നെ കേൾപ്പിക്കുകയും അത് നമ്മൾക്ക് വിഷ്വലൈസ് ചെയ്തൊരു പുതിയൊരു പ്രോജക്റ്റ് ആക്കി മാറ്റാവുന്ന ഡിസ്കഷനിലൂടെയാണ് ഇങ്ങനൊരു പ്രോജക്ട് ആക്ച്വലി സംഭവിക്കുന്നത്. പാടിയിരിക്കുന്നത് ചാൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. ചാൾസ് പുള്ളി ഇതുപോലെ ഒരു ഇൻഡിപെൻഡന്റ് മ്യൂസിക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇവരാരും എന്താ പറയാ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന വലിയ വർക്കുകളിലോട്ട് ലാൻഡ് ചെയ്തിട്ടില്ല എല്ലാവരും. പക്ഷെ ഭാവിയിൽ ലാൻഡ് ചെയ്യുമെന്നാണ് എന്റെ പ്രതീക്ഷ. കാരണം അത്രയും എഫേർട്ട് ഇടുന്നുണ്ട് എല്ലാവരും. മനസ്സിലായി. വിരൽ തൊടും എന്ന് പറയുന്ന ഒരു മ്യൂസിക്, അതായത് മലയാളം മ്യൂസിക് വീഡിയോ ഇന്ന് റിലീസായിട്ടുണ്ടായിരുന്നു 6 മണിക്ക്. അദ്ദേഹം വളരെ കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മ്യൂസിക്കൽ വീഡിയോ. അപ്പൊ എന്തായാലും അത് യൂട്യൂബിൽ ഇറങ്ങിയിട്ടുണ്ട്. ബ്ലൂ മൂൺ പ്രൊഡക്ഷൻസ് ആണ് ഇറക്കിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും വിരൽ തൊടും എന്ന് പറയുന്ന ഈ ഒരു മ്യൂസിക് വീഡിയോയുടെ ഡയറക്ടറായിട്ടുള്ള വിഷ്ണു വിക്രമൻ നമ്മളോടൊപ്പം കാര്യങ്ങൾ സംസാരിക്കും. വിഷ്ണു, ഒരുപാട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിലെടുത്ത് പറയേണ്ടത് ഇപ്പോൾ ഒരുപാട് പേര് ഷോർട്ട് ഫിലിമും ഇപ്പൊ എനിക്കറിയാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ഇപ്പം ജിതിൻലാലായാലും കുറെ അധികം മ്യൂസിക് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. ബേസിലായാലും ഷോർട്ട് ഫിലിമിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ താങ്കൾ ഷോർട്ട് ഫിലിം 2 ഒരു മ്യൂസിക് വീഡിയോ ഇന്നിപ്പോ 6 മണിക്ക് റിലീസായി. ആൻഡ് അതുപോലെ തന്നെ അതിപ്പോ ബ്ലൂ മൂൺ പ്രൊഡക്ഷൻ യൂട്യൂബ് ചാനലിലൂടെ കാണാം. സിനിമയാണല്ലോ ലക്ഷ്യം. എപ്പോഴാണ് നമുക്ക് ഇനി ഒരു ബിഗ് സ്ക്രീനിൽ താങ്കളുടെ പടം, അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണോ? ആരെങ്കിലൊക്കെ സമീപിച്ചോ? കഥ എല്ലാ ദൈവത്തിന്റെ കയ്യിലാണ്. പ്രതീക്ഷിക്കുകയാണ്. എനിക്ക് അറിയത്തില്ല എപ്പോഴാണ് സംഭവിക്കാന്ന്. എന്നറിയാലോ. അതെ, ഉറപ്പായിട്ടും എന്തെങ്കിലും കാണും. ഞാൻ താങ്കളുടെ പടം ഉറപ്പായിട്ടും കാണും. കാരണം ഇതേപോലെ എല്ലാവരും എന്റെ മുന്നിൽ ഇതേ സ്റ്റേജിൽ വന്നിട്ട് നമ്മൾ സംസാരിച്ചിട്ടുള്ള ബേസില് ജിതിന് എല്ലാവരും ഈ ഒരു സ്റ്റേജിൽ വന്ന് സംസാരിച്ചിട്ടുള്ള വ്യക്തികളാണ്. അപ്പൊ അവരൊക്കെ വളർന്നു വരുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇനി ഒരു അവസരത്തിൽ പിന്നെ കാണുന്നത് താങ്കൾ ഒരു സിനിമ എടുത്തിട്ടായിരിക്കും ചിലപ്പോ മേ ബി നമ്മൾ സംസാരിക്കുന്നത്. അപ്പം അതൊക്കെ നന്നായി വരട്ടെ. ഒരുപാട് നന്ദി. അടിപൊളി. ഇങ്ങനെ ഒരു തന്നതിൽ തന്നെ ഒരുപാട് നന്ദി. കാരണം ഇത് നമ്മൾ അവിടെ വെച്ച് കാണുമ്പോൾ ഞാൻ ഇന്നലെ ചേർന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ പാസ് ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷെ ഈ സംസാരിക്കാനുള്ള ഒരു സിറ്റുവേഷൻ കണ്ടപ്പോ തന്നെ സംസാരിക്കാൻ തോന്നിയില്ല. അങ്ങനെ പറ. അങ്ങനെയല്ല, പക്ഷെ ഇന്നാണ് ഏറ്റവും അടുത്ത് വെച്ച് കാണാൻ പറ്റിയത്. അപ്പം പെട്ടെന്ന് എനിക്കതൊന്ന് കൺവേ ചെയ്യണമെന്ന് തോന്നി. എന്തെങ്കിലും
രീതിയിലാണ് ഞാൻ സംസാരിച്ചത്. കൺവേ ചെയ്തപ്പോ എനിക്കറിയാം നിങ്ങൾ എത്രമാത്രമാണ് ഹാർഡ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും സംസാരിക്കുമ്പോൾ. അതാണ് ഞാൻ പെട്ടെന്ന് നമ്പർ മേടിച്ചത്. ട്രിവാൻഡ്രംകാരനാണെന്ന് പറഞ്ഞു. അപ്പോ ട്രിവാൻഡ്രത്ത് തന്നെയാണ് ഈ പാട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും സംസാരിക്കാം, നാട്ടുകാരും കൂടെ ട്രിവാൻഡ്രംകാരും കൂടെ കേൾക്കട്ടെ ഇത്. ഓക്കെ. ആൻഡ് താങ്കളെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞില്ല നേരെ? ആക്ച്വലി ഞാനൊരു വിഷ്വൽ എഫക്ട്സ് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഞാനൊരു ക്രിയേറ്റീവ് ഡയറക്ടറായിട്ടും കൂടി ഒരു പ്രൊഡക്ഷൻ കമ്പനി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ശരി. അപ്പൊ അതില് നമ്മുടെ ആഡ്സും പിന്നെ മൈക്രോ ആഡ്സ് ഒക്കെ ചെയ്യുന്ന കോർപ്പറേറ്റ് വീഡിയോസ് അങ്ങനെ ചെയ്യുന്ന രീതിയിലും കൂടി വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാം ഒരു പാഠമാണല്ലോ അല്ലെ? ഇതിലെ കൂടെ കാര്യങ്ങൾ പഠിച്ചു എല്ലാവരും നല്ല എക്സ്പീരിയൻസ് ആണ്. അതെ 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 അതെ. അപ്പോ കുറച്ച് മലയാള സിനിമയിൽ വർക്ക് ചെയ്യാൻ പറ്റി. ഞാൻ ഡീനജ് സ്റ്റുഡിയോ ആയിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത്. അത് നമ്മൾ ഡ്യൂണില് വർക്ക് ചെയ്ത് അങ്ങനെ കുറെ കൂടെയാണ് കുറെ അറിയപ്പെടുന്ന ഒരുപാട് സിനിമകളിൽ ഭാഗമാകാൻ കഴിച്ചു. അവിടെ ആർട്ടിസ്റ്റ് ആയിരുന്നു. ഇപ്പൊ പിന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ടും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്താ സംഭവിക്കുന്നത്? ഓക്കെ. അപ്പൊ എന്തായാലും നടക്കട്ടെ. അപ്പോ പാട്ട് കാണാൻ ആഗ്രഹമുള്ള ബ്ലൂ മോൺ പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ ചെന്നാൽ നിങ്ങൾക്ക് പാട്ട് കാണാൻ പറ്റും. റിലീസ് ആയിട്ടുണ്ട്, കണ്ടു നോക്കുക. റിവ്യൂ കമന്റിലൂടെ അറിയിക്കുക. താങ്ക് യു സോ മച്ച്. അപ്പോ വിഷ്ണു വിക്രമൻ. ഓക്കെ. അപ്പോ ഇത്രയൊക്കെ തന്നെയാണ്. പാട്ട് കേൾക്കാം. കേട്ടോണ്ടിരിക്കുന്നത് ക്ലബ് FM 10 കണക്കിന് ഫൺ.